ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് പയ്യാമ്പലം പോയിട്ടുണ്ടായിന്. അന്നേരം ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. കാര്യമായിട്ട് പയ്യാമ്പലം പോകാൻ പ്ലാൻ ഇട്ടിട്ട് പോയതല്ല. പിന്നെ മോള് കുറേ ആയി പറയുന്നു പയ്യാമ്പലം പോകണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും കണ്ണൂരെത്തിയതല്ലേ, ഞാൻ വിചാരിച്ച് പയ്യാമ്പലം കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയതായിരുന്നു പയ്യാമ്പലം. നോക്കുമ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന്. എനിക്കാണെങ്കിൽ ഓർമ്മയുണ്ടായിട്ടില്ല ഇന്ന് വീക്കെൻഡാണെന്ന്. എനിക്കിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ അതൊരു സിനിമയല്ല, എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിട്ടുണ്ടായിന്. കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. വലുതായാൽ കുട്ടിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. സത്യമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കടൽ കാണണമെന്ന് കുറേ ആഗ്രഹിക്കും. കുറേ വലുതായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോക്ക് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലെല്ലാം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും പയ്യാമ്പലം പോക്കില്ലെങ്കിലും പോയാൽ അത്യാവശ്യം ഒക്കെ വേണ്ട ഡ്രസ്സും കാര്യമെല്ലാം കരുതലുണ്ട്. കാരണം ഓള് പോയാൽ എന്തായാലും വെള്ളത്തിലിറങ്ങും നമുക്കറിയാം. പിന്നെ എല്ലാ ചെറിയ മക്കൾക്കും ഒരു 2.5-3 വയസ്സാകുമ്പോൾ തന്നെ ചെറിയ പിള്ളേർക്ക് ഭയങ്കര ഷാഡിയും വാശിയും എല്ലാം കൂടി ആയിട്ട് ഒരുമാതിരി സ്വഭാവം ഉണ്ടാവില്ല. അതിനായിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നില്ലേ. പിന്നെ ഇടയ്ക്ക് തോന്നലുണ്ട് കേട്ടോ, ഈ വാശിൻ്റെ പര്യായ പദം പിള്ളറാന്ന്. പിന്നെ പിള്ളേരെ എല്ലാ വാശികൾക്കും നിന്ന് കൊടുക്കാണ്ട് ചില വാശികൾക്കെല്ലാം നമുക്ക് നിന്ന് കൊടുക്കേണ്ട വരും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പോണ്ടേ. പിന്നെ നമ്മൾ ലൈഫിൽ ഫാമിലി ടൈം കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സെൽഫായിട്ടുള്ള ടൈം കണ്ടെത്തണം. ഇത് രണ്ടാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഫാമിലി മാത്രമുള്ള ടൈം മാത്രം പോരാ, നമ്മൾ ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ സെൽഫായിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം വേണം. ഈ ഒരു ബിസി ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു കൂൾ ഓഫ് ടൈം നല്ലതാണ്, കുറച്ച് കൂളാവാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളും ഹസ്ബൻഡെല്ലാം കളിച്ച് കഴിയുമ്പോഴേക്ക് ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കുറേ പുതിയ അതിഥികളെയൊക്കെ കണ്ടിട്ടുണ്ടായിന്. ഒട്ടകം, കുതിര, പിന്നെ അതുപോലെ കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ടോയ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അധികം ചെറിയ കുഞ്ഞു മക്കളായിരുന്നു വെള്ളത്തിൽ കളിക്കുന്നുണ്ടായത്. പിന്നെ നമ്മൾ കുറച്ച് ടൈം കഴിയുമ്പം തന്നെ ഇരുടാവാൻ തുടങ്ങി. പിന്നെ പോലീസ് വന്ന് കുറേ നിയന്ത്രണങ്ങളെല്ലാം നടത്തി. പിന്നെ നമ്മൾ നേരെ പോയി. പിന്നെ എഫിൻ്റെ വാശിപ്പുറത്ത് ഒരു കണ്ണടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.